ഹായ്, ഇത് നമുക്കൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി മിക്സാക്കി വെക്കണം. വല്ല പൂപ്പലോ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയുള്ളതാണ് കേട്ടോ. എങ്കിലും അതൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന പൊടികളാണ്. ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ് കേട്ടോ അത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് മിക്സാക്കിയിട്ട് അതിൽ കോളിഫ്ലവർ മുക്കി വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് വെച്ചു കേട്ടോ. കാരണം അതൊന്ന് അതിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഡയറക്റ്റ് വറക്കാം കേട്ടോ. ഞാൻ അത് കണ്ടില്ല, ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പാകത്തിന് അതിൽ മിക്സായി കിട്ടും. അങ്ങനെ ഞാൻ അതിലിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് ഞാനിത് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം ഒന്ന് വെച്ചു കേട്ടോ. എല്ലാം ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോൻ തിരക്കൂട്ടുണ്ട്, വേഗം ഫ്രൈ ആക്കി തായോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കുറച്ച് നേരമൊക്കെ ഒന്ന് വെച്ച് ഇട്ടാണ് ഞാൻ പിന്നെ വറക്കാൻ തന്നത് കേട്ടോ. അപ്പോൾ അതിൽ നന്നായി ഒന്ന് പിടിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു പരുവാക്കി കിട്ടണ്ടേ. എന്നിട്ട് അതാക്കി കിട്ടുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടോ. ഇങ്ങനെ എല്ലാം അതിൽ ഞാൻ തേച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഞാൻ വറുത്തു, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടത്. അതാണ് വറുത്ത സാധനം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മോനും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോസ് ഉണ്ടാക്കുന്നത് കാണിക്കാവേ. സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഇത്തിരി മയോനൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ.